ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. ആയത്ത് 74. ثم قست قلوبكم من بعد ذلك. ഇതിനു ശേഷവും നിങ്ങളുടെ മനസ്സുകൾ കഠിനമായി. ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. അപ്പോൾ ആ മനസ്സുകൾ കല്ല് പോലെയാണ്, അതിനേക്കാളും കടുപ്പമുള്ളതാണ്. وَإِنَّ مِنَ الْحِجَارَةِ لَمَا يَتَفَجَّرُ مِنْهُ الْأَنْهَارُ. കല്ലുകളിൽ ചിലതിൽ നിന്നും അരുവികൾ പ്രവഹിക്കുന്നു. وَإِنَّ مِنْهَا لَمَا يَشَّقَّقُ فَيَخْرُجُ مِنْهُ الْمَاءُ. ചില കല്ലുകൾ പിളർന്ന് അതിൽ നിന്നും ജലം പുറപ്പെടുന്നു. وَإِنَّ مِنْهَا لَمَا يَهْبِطُ مِنْ خَشْيَةِ اللَّهِ. ചില കല്ലുകൾ അല്ലാഹുവിനെ ഭയന്ന് ഉരുണ്ടു വീഴുന്നു. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തൊട്ടും അല്ലാഹു അശ്രദ്ധനല്ല. പരിശുദ്ധമായ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ ഉണർത്തലുകൾ ഉണ്ടായിട്ടും ഇസ്രായേൽ സന്തതികൾ അതിനെ സ്വീകരിക്കാതെ അവർ മനസ്സ് കഠിനമായി അധപ്പതിച്ചു പോയ രംഗം വിവരിക്കുകയാണ്. പടച്ച തമ്പുരാന്റെ ഭാഗത്തു നിന്നും രണ്ട് രീതിയിലുള്ള ഉപദേശങ്ങൾ ഉണ്ടാകും. ഒന്ന്, മഹാന്മാരായ നബിമാരിലൂടെ വിശുദ്ധ വേദങ്ങളിലൂടെയുള്ള ഉപദേശം. മറ്റൊന്ന്, അവകൾ മാനിക്കാതെയും പാലിക്കാതെയും ഇരിക്കുന്നതിന്റെ പേരിലുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ, പടച്ചവന്റെ ഭാഗത്തു നിന്നുമുള്ള ഉണർത്തലുകൾ. ബനി ഇസ്രായേലിന് ഈ രണ്ട് കാര്യങ്ങളുമുണ്ടായി. പക്ഷേ അവരുടെ മനസ്സുകൾ കഠിനമായി പോയതിന്റെ പേരിൽ ഈ ഉപദേശങ്ങളൊന്നും അവരിൽ ഫലിക്കുകയുണ്ടായില്ല. ഒരു മനുഷ്യൻ പാപങ്ങളെ പരിചയപ്പെടുകയും അതിൽ മുഴുകുകയും ചെയ്യുമ്പോൾ പാപങ്ങളെ നിസ്സാരമായി കാണുകയും പടച്ചവന്റെ ഉപദേശങ്ങളെ നിന്ദിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ മനസ്സ് കഠിനമായി തീരും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അറിയിക്കുന്നു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ മനസ്സുകളിൽ വലിയ ഇരുളുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, പാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു മനുഷ്യൻ പാപം ചെയ്തു പശ്ചാത്തപിച്ചില്ല എങ്കിൽ അവന്റെ മനസ്സിൽ കറുത്ത പുള്ളി വീഴുന്നതാണ്. വീണ്ടും പാപങ്ങൾ ചെയ്യുന്തോറും പുള്ളികൾ വീണുകൊണ്ടിരിക്കും. അവസാനം മനസ്സ് കറുത്തു പോകുന്നതാണ്, അതിൽ യാതൊന്നും ഫലം ചെയ്യുന്നതല്ല. ثم قست قلوبكم من بعد ذلك
فهي كالحجارة. നിങ്ങളുടെ മനസ്സുകൾ കഠിനമായി അത് പാറക്കല്ലുകളെ പോലെ ആയിരിക്കുന്നു. ഔ അശദ്ദു ഖസ്വ, എന്നല്ല അതിനേക്കാളും കഠിനമായിരിക്കുന്നു. മനുഷ്യൻ പാപങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ എല്ലാവരെയും തോൽപ്പിച്ച് അവൻ മുന്നേറുന്നതാണ്. രണ്ടവസ്ഥകളുണ്ട്. മനുഷ്യൻ ഉയർന്നാൽ മലക്കുകളെക്കാളും ഉയരാൻ സാധിക്കും, താഴ്ന്നാൽ മൃഗങ്ങളെക്കാളും താഴ്ന്നു പോകുന്നതാണ്, സകല വസ്തുക്കളെക്കാളും താഴ്ന്നു പോകുന്നതാണ്. ശേഷം അല്ലാഹു തആല പറയുന്നു, പാറകൾ, അവകളിൽ മൂന്നവസ്ഥകൾ കാണാൻ സാധിക്കും. وَإِنَّ مِنَ الْحِجَارَةِ لَمَا يَتَفَجَّرُ مِنْهُ الْأَنْهَارُ. ചില കല്ലുകളിൽ നിന്നും അരുവികൾ പ്രവഹിക്കുന്നു, പാറക്കൂട്ടങ്ങളിൽ നിന്നും അരുവികൾ പ്രവഹിക്കുന്നു. നമ്മുടെ നാട്ടിലെ പല അരുവികളും പാറ മലകളിൽ നിന്നുമാണ് പ്രവഹിക്കുന്നത്. وَإِنَّ مِنْهَا لَمَا يَشَّقَّقُ فَيَخْرُجُ مِنْهُ الْمَاءُ. വേറെ ചില പാറക്കൂട്ടങ്ങൾ അത് പിളർന്ന് അതിൽ നിന്നും നീർച്ചാലുകൾ ഉണ്ടാകുന്നു. وَإِنَّ مِنْهَا لَمَا يَهْبِطُ مِنْ خَشْيَةِ اللَّهِ. ചില പാറകൾ, അവയിൽ നിന്നും പ്രവാഹമുണ്ടാവുകയില്ലെങ്കിലും അള്ളാഹുവിനെ ഭയന്ന് അതുരുണ്ടു വീഴുന്നു. അല്ലാഹു തആല പാറയുടെ 3 അത്ഭുതങ്ങൾ പറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ പലപ്പോഴും ഈ പാറകളെ പോലെ വളരെ നല്ല അവസ്ഥയുണ്ടാകാറുണ്ട്. മഹാന്മാരായ നബിമാരിലൂടെ വിജ്ഞാനത്തിന്റെയും പ്രബോധനത്തിന്റെയും സംസ്കരണത്തിന്റെയും അരുവികളാണ് പ്രവഹിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹോന്നതമായ അരുവിയാണ്. അത് പല അരുവികളായി രൂപാന്തരപ്പെട്ട് അന്ന് മുതൽ ഇന്ന് വരെയും ഖിയാമത്ത് നാൾ വരെയും പ്രവഹിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മഹാന്മാരായ മുജദ്ദിദീങ്ങൾ, മുസ്ലിഹീങ്ങൾ, അവർ നീർച്ചാലുകളായി മാറി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു. ഇതൊന്നുമല്ലാത്ത സാധുക്കളായ മുഅ്മിനീങ്ങൾ, അവരുടെ ജീവിതത്തിൽ അടിമുടി പരിവർത്തനമുണ്ടായി അള്ളാഹുവിനെ ധ്യാനിച്ചും പടച്ചവനുമായി ബന്ധപ്പെട്ടും സ്നേഹിച്ചും ഭയഭക്തിയോടെയും അവരും ജീവിതം മുന്നോട്ട് നീക്കുന്നു. وَإِنَّ مِنَ الْحِجَارَةِ لَمَا يَتَفَجَّرُ مِنْهُ الْأَنْهَارُ وَإِنَّ مِنْهَا لَمَا يَشَّقَّقُ فَيَخْرُجُ مِنْهُ الْمَاءُ وَإِنَّ مِنْهَا لَمَا يَهْبِطُ مِنْ خَشْيَةِ اللَّهِ وَمَا اللَّهُ بِغَافِلٍ عَمَّا تَعْمَلُونَ. അതുകൊണ്ട് മനസ്സുകൾ കഠിനമാകുന്നതിനെ സൂക്ഷിക്കണം. മനസ്സുകൾ മയപ്പെടുത്താൻ പരിശ്രമിക്കണം. മനസ്സ് മയപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം ഇസ്തിഗ്ഫാർ, തൗബ അധികരിപ്പിക്കലാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കലാണ്. ഖുർആനിന്റെ ഗ്രാഹ്യം അധികരിപ്പിക്കലാണ്. പുണ്യമായ ഹദീസുകൾ ധാരാളമായി പാരായണം ചെയ്യലാണ്. പ്രത്യേകിച്ചും ഹദീസിന്റെ കിതാബുകളിൽ അർ-റിഖാഖ്, മനസ്സുകൾ മയപ്പെടുത്തുന്ന ഭാഗം എന്ന ഒരു അധ്യായമുണ്ട്. അവയിലുള്ള ഹദീസുകൾ പാരായണം ചെയ്യണം. മനസ്സുകൾ നാം അറിയാതെ തന്നെ മയപ്പെടുന്നതാണ്. വല്ലാഹി ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറാ. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വളരെ കുറച്ച് മാത്രം നിങ്ങൾ ചിരിക്കുമായിരുന്നു, വളരെ കൂടുതലായി നിങ്ങൾ കരയുമായിരുന്നു. ഉദ്കുറൂ ഹാദിമൽ ലദാത്ത് അൽ മൗത്ത്. എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ അധികമായി ഓർത്തുകൊണ്ടിരിക്കും.
തീർച്ചയായിട്ടും ഈ ലോകത്തുള്ള ഓരോ ഖബറുകളും അവിടെ വന്ന് കിടക്കേണ്ട ആളുകളെ സംബോധന ചെയ്തുകൊണ്ട് 4 കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നുണ്ട്. അന ബൈത്തുൽ വഹദ, ഏകാന്തതയുടെ വീടാണ്. വഅന ബൈത്തുൽ ഖുർബ, ഞാൻ യാതൊരു പരിചയവുമില്ലാത്ത വീടാണ്. വഅന ബൈത്തുൽ വഹദ ബൈത്തുൽ ഖുർബ വബൈത്തുദ് ദൂദ്, ഞാൻ പുഴുക്കരുടെ വീടാണ്. വഅന ബൈത്തുത് തുറാബ്, ഞാൻ മണ്ണിന്റെ വീടാണ്. ഇത്തരം ഹദീസുകൾ കിതാബുർ റിഖാഖിൽ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ നമ്മുടെ അക്കാദമി പ്രസിദ്ധീകരിച്ച മഹാരിഫുൽ ഹദീസ് അതിന്റെ 1-ാം ഭാഗത്തിൽ കിതാബുർ റിഖാഖ് എന്ന അധ്യായം വളരെ മനോഹരമായ ഹദീസുകൾ തിരഞ്ഞെടുത്ത് വളരെയധികം ആഴത്തിലുള്ള വിവരണങ്ങൾ, ലളിതമായ വിവരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് ഉപദേശിക്കുകയാണ്. ഈ വഴികളിലൂടെ മനസ്സുകൾ മയപ്പെടും. അള്ളാഹുവിന്റെ ദിക്ർ അധികരിപ്പിക്കിൻ. സിനിമാ പാട്ടും പരദൂഷണവും ആരോപണ പ്രത്യാരോപണങ്ങളും മാറ്റിവെക്കിൻ. അള്ളാഹുവിന്റെ ദിക്ർ അധികമായി ചെല്ലിൻ. ഹബീബിന്റെ മേൽ സ്വലാത്ത് ചെല്ലിൻ. മനസ്സുകൾ മയപ്പെടും. ഒരു വലിയൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് പാപികൾ പാപങ്ങളിൽ മുന്നേറുന്നു? എന്തുകൊണ്ട് ഔലിയാക്കൾ പടച്ചവനുമായിട്ടുള്ള അടുപ്പത്തിലും മുന്നേറുന്നു? പാപികൾ മുന്നേറുന്നു പാപങ്ങൾ കാരണമായി, നല്ലവർ മുന്നേറുന്നു നന്മകൾ കാരണമായി. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. പടച്ചവൻ ഒന്നിനെ തൊട്ടും അശ്രദ്ധനല്ല. മനസ്സ് മയപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അൽ മുറാഖബ, പടച്ചവനെ പറ്റിയുള്ള ധ്യാനം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, 2 കാര്യങ്ങൾ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവൻ നല്ല നിലയിൽ ജീവിച്ച് നല്ല നിലയിൽ മരിക്കുന്നതാണ്. ഒന്ന് അൽ മുറാഖബ, അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന ബോധം. 2 അൽ മുഹാസബ, നിരന്തരം വിചാരണ ചെയ്യൽ. അതിൽ മുറാഖബയ്ക്കുള്ള വഴിയാണ് അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി ഇത്തരം വചനങ്ങൾ കാണാൻ സാധിക്കും. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു എല്ലാം അറിയുന്നുണ്ട്. ഒരക്രമിയുടെയും അക്രമങ്ങളെ തൊട്ടും അല്ലാഹു അശ്രദ്ധനല്ല. ഒരു പാപിയുടെ പാപത്തെ തൊട്ടും അല്ലാഹു അശ്രദ്ധനല്ല. മുഴുവൻ കാര്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്. ഈ ബോധം നിലനിർത്തിൻ. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون.